സ്വർണം വന് വിലക്കുറവില് ഇന്ന് വൻതോതിൽ കുറഞ്ഞു. ആഭരണം വാങ്ങാം, ഇന്നത്തെ പവന് വില. കൊച്ചി, കേരളത്തില് സ്വർണവില വൻതോതിൽ കുറഞ്ഞു. ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിനമാണ്. ആഗോള വിപണിയിലും സ്വർണവില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോളർ കരുത്ത് കുറഞ്ഞതും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്ത് കൂട്ടാൻ സാധിക്കാത്തതും തിരിച്ചടിക്ക് സാധ്യത നൽകുന്നു. വരും ദിവസങ്ങളിൽ സ്വർണവില എന്താകുമെന്നത് പ്രവചനാതീതമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണവില കൂടുന്നതായിരുന്നു ട്രെൻഡ്. അമേരിക്കയുടെ പുതിയ വ്യാപാര നയങ്ങൾ വിപണിയെ ആശങ്കയിലാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വർണം വൻതോതിൽ വില കൂടാനുള്ള സാധ്യത കണ്ടത്. എന്നാൽ ഇന്ന് വില കുറയുകയാണ് ചെയ്തത്. വില കുറയുമ്പോൾ ഉപഭോക്താക്കൾ എന്തു ചെയ്യണമെന്ന് വിശദീകരിക്കാം. കൂടെ ഇന്നത്തെ പവന് വിലയും. കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി വ്യാപാരികളെ രണ്ടു തരം വിലയാണ് ഈടാക്കുന്നത്. വ്യാപാരികൾക്കിടയിലെ ഭിന്നതയാണ് ഇതിന് കാരണം. കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം വില കൂട്ടിയപ്പോൾ മറുവിഭാഗം വില കുറയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് രണ്ടു വിഭാഗം ജ്വല്ലറി വ്യാപാരികളും വില കുറച്ചു. എങ്കിലും രണ്ടു വിലയാണ് ഇന്നും ഈടാക്കുന്നത്. ഒരു വിഭാഗം വ്യാപാരികൾ ഇന്നലെ ഒരു പവന് സ്വർണത്തിന് വാങ്ങിയത് 64,160 രൂപയായിരുന്നു. അവർ ഇന്ന് 240 രൂപ കുറച്ച് 63,920 രൂപയാക്കി. ഗ്രാമിന് 30 രൂപയും കുറച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം വ്യാപാരികൾ ഗ്രാമിന് 60 രൂപ കുറച്ച് 8,000 രൂപയാക്കി. ഇവർ 64,000 രൂപയാണ് പവന് ഈടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ 64,480 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നലെ ഇവർ വാങ്ങിയിരുന്നത് 6,635 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 50 രൂപ കുറച്ച് 6,585 രൂപയാക്കി. 22 കാരറ്റ് സ്വർണത്തിന് വില വൻതോതിൽ കൂടിയ സാഹചര്യത്തിൽ 18 കാരറ്റ് ആഭരണങ്ങൾക്ക് ചെലവേറിയിട്ടുണ്ട്. ഈ രണ്ട് സ്വർണവും തമ്മിൽ ഒരു പവന് 10,000 രൂപയുടെ മാറ്റമുണ്ട്. ആഭരണം മാത്രമായി സ്വർണം വാങ്ങുന്നവർക്ക് 18 കാരറ്റ് മതിയാകും. 18 കാരറ്റ് ആഭരണത്തിൽ ചെമ്പിന്റെ അംശം കൂടുതലാകും. 75% സ്വർണവും 25% ചെമ്പും ഉൾപ്പെടുത്തിയാണ് ഈ ആഭരണങ്ങൾ വിൽക്കുക. സ്വർണ പണയത്തിനും ഈ ആഭരണം ഉപയോഗിക്കില്ല. പണിക്കൂലി അല്പം കൂടുതലാകും. കാരണം മിക്ക ജ്വല്ലറികളിലും ഈ ആഭരണങ്ങൾ തയ്യാറാക്കുന്നത് മെഷീൻ ഉപയോഗിച്ചല്ല. വില കുറയുന്ന വേളയിൽ തന്നെ സ്വർണം വാങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം. ആഭരണം മാത്രമായി ഉപയോഗിക്കാനാണെങ്കിൽ 18 കാരറ്റ് വാങ്ങാം. ആഭരണമായും ആവശ്യം വരുമ്പോൾ പണയം വയ്ക്കാനും ആലോചിക്കുന്നെങ്കിൽ 22 കാരറ്റ് ആഭരണങ്ങളാണ് നല്ലത്. നിക്ഷേപം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ 24 കാരറ്റ് സ്വർണം വാങ്ങാം. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,904 വില കുറഞ്ഞിട്ടുണ്ട്. ഡോളർ സൂചിക 104ലേക്ക് ഇടിയുകയും ചെയ്തു. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം 87.17 ആയി താഴ്ന്നു. ക്രൂഡ് ഓയിൽ വില ബ്രന്റ് ക്രൂഡ് ബാരലിന് $69 ഇടിഞ്ഞു. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില $87,000 താഴ്ന്നിട്ടുണ്ട്.